ഹലോ, ലിയാഖത്ത് അലിയല്ലേ? അതെ, ലിയാഖത്ത് അലിയാണ്. എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന ടൈമാണോ? നിങ്ങൾ ഫ്രീ ടൈമാണോ? ഓ, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഫ്രീ ടൈം അല്ല എന്നാലും. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ലല്ലേ? ഓക്കെ. ഞാന് ലിയാഖത്തിന്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ്. ഉം, ഞാന് വളർന്നതൊക്കെ നമ്മൾ സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിലാണ്. ഉം, പിന്നെ അതിന്റെ ആ ചിട്ടയോടെ തന്നെയാണ് വളർന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. ഉം, ഉം, ഈ കുറച്ച് ഒരു അടുത്ത കാലം വരെയൊക്കെ ഇപ്പൊ ഞാൻ എക്സ് മുസ്ലിമാണ്. ഉം, ഇപ്പൊ ഈ അടുത്ത കാലം വരെയൊക്കെ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഉം, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഉം. ഇങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. ഓക്കെ. ഞാൻ ഇപ്പൊ ലിയാഖത്തിന്റെ കുറെ മുമ്പുള്ള വീഡിയോസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം തന്നെ ഒരുവിധം മുഴുവൻ കേട്ടു. ഉം, അപ്പം പിന്നെ നിങ്ങള് ഈ ഒരു സമൂഹത്തിന്, നമ്മുടെ ഈ ഒരു മുസ്ലിം എന്താ പറയാ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു ഒരു തിരിച്ചറിവാണ്. കാരണം ഇതിൽ കേട്ടിട്ട് നമ്മൾ ഒരു ചിന്തിക്കുന്ന ഇതില് ലിയാഖത്തിന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന ആളുകൾ ഇത്രയും ഒരു ക്ഷമ ലിയാഖത്തിന് പോലെയുള്ള ഒരു ക്ഷമ ഞാൻ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. കാരണം ഇത്രയും പറഞ്ഞിട്ട് പോലും ഇവർക്ക് മനസ്സിലാവാത്ത ഒരു അവസ്ഥ. ശരിക്കും ഞാൻ ഇന്നലെയൊക്കെ ഒരു നിസാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറെ മുമ്പ്. ഞാനിപ്പോ കേട്ടത് 2-3 ദിവസത്തിനിടയിലാണ് ഞാൻ കേട്ടത്. പക്ഷെ അയാളൊക്കെ ഈ സംസാരിക്കുന്ന ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോ ഇത്രയും അധപതിച്ചിട്ട് മനുഷ്യര്, ഇത്രയും ബുദ്ധിയില്ലാത്ത മനുഷ്യരാണ് ഭൂമിയിലുള്ളതെന്ന് പോലും ചിന്തിച്ചു പോകും. ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഈ മതത്തിന്റെ അവിടെ എത്തുമ്പോ പിന്നെ അതൊക്കെ അങ്ങോട്ട് തൽക്കാലം മറക്കണാണ്. ആ ഒരു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓക്കെ ആയിരിക്കും. അതെ, ഇത് പറയുമ്പോ ചിലപ്പോ അവർക്ക് അല്ല കയ്യിൽ പോകുന്നുണ്ട്. അതെ അതെ. ഞാനൊക്കെ ജീവിച്ചു വന്ന ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോ അത്രയ്ക്ക് നബി, അള്ളാഹു നബി എന്നൊക്കെ പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് വേറെ എന്റെ കുടുംബമില്ല, മക്കളില്ല, ഉമ്മയില്ല, ബാപ്പയില്ല. അത്രയ്ക്ക് സ്നേഹിച്ചും അവരുടെ ആ മാർഗത്തിൽ അത്രയും ഇതിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാന്. പക്ഷെ എനിക്ക് പോലും നിങ്ങൾ പറയുന്ന പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ശരിയാണ്, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ശരിയായിട്ടും അതിൻ്റെതായിട്ടുള്ളതിന് എനിക്ക് മനസ്സിലാക്കി എടുക്കാം. ഈ പറയുന്ന ആളുകൾ കുറച്ചൊന്ന് ചിന്തിച്ചിരുന്നെങ്കിലൊന്നും ചിന്തിച്ചു പോവാ. ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബുക്കൊന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങിയിട്ട് അതൊന്ന് നോക്കിയാലേ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കാം. ഓരോരോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ എനിക്കിപ്പോ ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് വളരെ ഈ സമൂഹം ശരിക്കും പറഞ്ഞാല് വളരെ നല്ലൊരു കാര്യമാണ് സാറെന്നല്ല, ലിയാഖത്ത് തന്നെ വിളിക്കുന്നത്, ലിയാഖത്ത് ചെയ്യുന്നത്. കാരണം ഇത്രയും നമ്മൾ സ്പഷ്ടമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോലും അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പെട്ടെന്ന് മനസ്സിലാവൂലേ, നമ്മളിത് സമയമെടുത്ത് ക്ഷമയോടെ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്താ വെച്ചാല് നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മരണത്തെ ഭയങ്കര ഭയപ്പെട്ടിരുന്നു. കാരണം എനിക്ക് മരണത്തെ ഭയപ്പെടുന്നതിനേക്കാൾ അപ്പുറം ഞാൻ മരിച്ചിട്ട് പോയി കിടക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോ ഞാൻ അതായത് മരണാനന്തരം ജീവനുള്ള നമ്മളെ സങ്കല്പിച്ചിട്ടാണ് നമ്മള്, അതായത് നമ്മൾ ഇതൊക്കെ അറിയുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ മരണാനന്തരമുള്ള കഥകൾ മൊത്തം ഫീൽ ചെയ്യാം. മുജാഹിദ് പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ നമുക്ക് വേദന, ജുമാക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ ഉള്ള പ്രസംഗങ്ങൾ കേട്ടാ പിന്നെ നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്, ജീവിക്കണോ മരിക്കണോ എന്താണുള്ള അവസ്ഥ, ഇതിനെ കുറിച്ച് നമ്മളിങ്ങനെ വേദനിച്ച് ഒരു രാത്രി പോലും എനിക്ക് ഉറക്കം കിട്ടാതെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞാല് ജീവിച്ചു പോകുന്നു. പിന്നീട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ചിന്ത പോലും നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് വെച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നു. ഇപ്പൊ ഇവരുടെയൊക്കെ വിചാരം അള്ളാഹിനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അല്ല നബി പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ തെറ്റുകാരായിട്ട് ഭയങ്കര തെറ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നീടുള്ള നമ്മളുടെ ജീവിതം ഇവർ ചിന്തിക്കുന്നത്. നമ്മളിപ്പോ നമ്മൾ ഒരു മനുഷ്യരായിട്ട് നമുക്ക് ഏറ്റവും, എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്റെ മനസാക്ഷിയാണ് ഏറ്റവും വലുത്. എന്റെ മനസാക്ഷിക്ക് തെറ്റ് എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പൊ സമാധാനമുണ്ട് ജീവിതത്തില്. കാരണം എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, നമുക്ക് ഇങ്ങനത്തെ ഒരു പേടിയോ ഇതോ അങ്ങനത്തെ ഒരു കാര്യമില്ല. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അതെ, ശരിക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിച്ചു പോകും. നമ്മൾ ആരോട് തെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ നല്ലൊരു നമ്മുടെ പ്രതീക്ഷകളും പിന്നെ നമുക്ക് ഒരു
മിഥ്യാധാരണയിലുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പേടികളും ആ ഒക്കെയാണ്. എല്ലാം ഈ പിന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതാണ്. പിന്നെ ഈ ആവശ്യമില്ലാത്ത ഒരുപാട് ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞത് എന്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞ് ഞാൻ മയ്യത്തിന് വേണ്ടുന്ന ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അവിടെ തൊടാൻ പാടില്ല, ഇവിടെ ചേരാൻ പാടില്ല, മയ്യത്തിന് വേദനിക്കും, മറ്റേത് അങ്ങനെ എന്തൊക്കെ ഓരോരോ നൂലമാല കാര്യങ്ങൾ. ഇതൊക്കെ എന്ന് പറഞ്ഞ് മരിച്ച അവര് ഇപ്പൊ എന്റെ ഉമ്മ ആയിക്കോട്ടെ ഇനി ആരായിക്കോട്ടെ മരിച്ച അവരുടെ ഇത് കഴിഞ്ഞ് അവർ പോയി, അവരുടെ ജീവിതം അവസാനിച്ച് അവർ പോയി. അപ്പൊ അത്രയ്ക്ക് നമുക്ക് നിങ്ങൾ ഓരോ പ്രസംഗത്തിലും നിങ്ങൾ ഈ ഓരോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ എല്ലാം കാണാറുണ്ട്. വളരെ നല്ലത് എനിക്ക് പറയാം, 100 മാർക്കാണ്. കാരണം ഞാൻ മുന്നേ ഇതിന് അനുഷ്ഠിച്ചുകൊണ്ട് വന്ന ഞാനിപ്പോ ഇങ്ങനെ മാറുന്ന ഇപ്പൊ ഞാൻ മാറി എന്ന് പറയുമ്പോഴും അതിനെ വിമർശിക്കാനും അതിനാക്കാനും നിങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് അതിനെ വിമർശിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞ അവരൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടും ഇതാക്കിയിട്ടും മനസ്സിലാക്കിയിട്ടും മുന്നോട്ട് വരണം എന്നാ പറയാനുള്ളത്. നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുക, ചിന്തിക്കുക, നമ്മൾ പഠിച്ചു വെച്ചത് മാത്രമേ ശരിയുള്ളൂ എന്നുള്ള ധാരണയിൽ അതെ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും. പിന്നെ ഒരുപാട് പിന്നെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഖുർആനിലുണ്ട് അല്ലെങ്കിൽ ഖുർആനിലുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ സത്യമാണ്, അത് പിന്നെ നമുക്ക് വേറെ ഒന്നും അറിയണ്ട. നമ്മളിപ്പോ ഒരാളോട് പറയുമ്പോ ഖുർആനിലുള്ള കാര്യമാണ് ആണോ, എന്നാ കുഴപ്പമില്ല, പിന്നെ അതിന്റെ തെറ്റും ശരിയൊന്നും പിന്നെ ശരിയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഖുർആൻ എന്താണ് അവരെ എഴുതിയത്, അതിൽ എഴുതി പിടിപ്പിച്ചത് ശരിയായുള്ള കാര്യങ്ങളാണോ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ദൈവനിന്ദയായി മാറും. ദൈവനിന്ദയായി മാറും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോ ഇതിലിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ എനിക്ക് അവിടെ ഇപ്പൊ കുറച്ച് ഇന്നലെ ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാനായിരുന്നു, ഞാൻ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ. അത് ഞാനായിരുന്നു. അപ്പൊ ഞാൻ കേട്ടു കുറെ. എന്നിട്ട് നിങ്ങൾ അവര് വേറെ ഇതിനു മുമ്പ് ഒരു സ്ത്രീ വിളിച്ചിട്ട് അവര് ഇതിൽ നിന്ന് മാറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചതിനെ അതിന് വ്യാഖ്യാനിച്ചിട്ട് അവരെ നിങ്ങൾ അങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കിയില്ലേ, സ്വന്തം ആളുകൾ, ഓരോ ആളുകൾക്ക് അവരവരുടെ ബുദ്ധിയും ചിന്തയൊക്കെ ഉണ്ടല്ലോ. അതിനൊന്നും അവര് പിന്നെ അവർക്ക് 1-2 ഖുർആൻ വചനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പോയതാണ്, പിന്നെ വന്നിട്ടില്ല. എന്ന് നോക്കട്ടെ, നമ്മള് എല്ലാരോടും അവരിപ്പോ അത് പറയുമ്പോഴും അവരുടെ വിശ്വാസത്തിൽ അവർ നിൽക്കുമ്പോ അവരുടെ ഫീലിങ്സ് ആണ് അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതല്ല നിങ്ങൾ ഇതിനുള്ള ഇവർ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുമ്പോ ഞാൻ എന്റെ മനസ്സാണ് ഞാൻ പറയും പൊക്കൂടെ, കാരണം എന്തിനാണ് ഇങ്ങനെ ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് കേറുള്ളൂ. കാരണം വെച്ചാൽ അവരൊരു വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ നമ്മൾ അതിന് അനുസരിച്ചിട്ട് തന്നെ ആ ഒരു ഇതിൽ തർക്കിച്ചു കഴിഞ്ഞാല് ഒന്നും അങ്ങോട്ട് കേറില്ല. കാരണം അവര് ഓൾറെഡി ഡിഫൻസ് മോഡിലായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ വെറുതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അവരുടെ വഴിയെ പോയി ഇടയിൽ കൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ചിന്ത കോറിയിടാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. മറ്റൊരു കാര്യമില്ല. മറ്റേതെന്താ വെച്ചാൽ അവർ ഓൾറെഡി ഒരു ഡിഫൻസ് ഫൂട്ടിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അത് എടുക്കൂല. അപ്പൊ പിന്നെ വെറും തർക്കം മാത്രമായി മാറും. ചില ആൾക്കാർക്ക് ആ തർക്കം കേൾക്കുന്നത് ഇഷ്ടമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ തർക്കിക്കുന്നതിൽ, വിശ്വാസികളോട് അങ്ങനെ ആ രീതിയിൽ തർക്കിക്കുന്നതിൽ അർത്ഥമല്ല. കാരണം നമ്മളൊക്കെ ആ ഒരു സ്റ്റാൻഡ്, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു വന്നവരാണല്ലോ. അപ്പൊ അന്നത്തെ ഒരു മാനസികാവസ്ഥ എന്താ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇൻപുട്സിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ തടഞ്ഞു നിർത്തുന്നത്, അതിനെങ്ങനെയാണ് നമ്മൾ തള്ളിക്കളയുന്നത് നമുക്ക് അറിയാലോ. അതുകൊണ്ടാണ് അത് 1-2 എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ വിളിച്ച് പിന്നെ കാര്യങ്ങൾ മനസ്സിലായി, പിന്നെ വളരെ സൗഹാർദ്ദത്തിൽ വിളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്രയോ പേര് നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. അതൊക്കെയാണല്ലോ നമുക്ക് വേണ്ടത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്റെ ഒരു കുടുംബത്തിനെന്ന് പറയുമ്പോ എനിക്ക് മാത്രമേ അങ്ങനെ മാറി ചിന്തിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ ഞാനത് മാറി ചിന്തിച്ചതിന് ശേഷം എന്റെ താത്തമാരുടെ വിളിച്ച് ഞാൻ പറയും ഇങ്ങനെയാണെന്ന് പറയുമ്പോ അവരും അത് ശരിയാണെന്നുള്ള ഒരു ബോധം അവർക്കും വരുന്നുണ്ട്. പറ്റൂല. എനിക്ക് അതേപോലെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ ചെറിയ ബോധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബോധ്യമാണെങ്കിൽ പോലും അത് പ്രധാനമാണ്. ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അത് വലിയ കാര്യമാണ്. അപ്പൊ അത് സമയമെടുക്കും പതിയെ ആളുകൾക്ക്. പിന്നെ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ബാധിക്കുമ്പോൾ മാത്രം മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുവരെ നമുക്കത് മനസ്സിലാവില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഞാൻ ചിന്തിച്ച വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോ അള്ളാഹു എന്നൊരു ശക്തി ഇപ്പൊ ഒരു ഭൂമിയിലുണ്ട്, ദൈവം, അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഒരു ദൈവം നമ്മൾ ഭൂമിയിലുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ചെറിയ ഒരു 5-6 വയസ്സ്, ഇപ്പൊ നമ്മളെ എന്റെ വീട്ടിനടുത്ത് തന്നെ ഒരു 6 വയസ്സുള്ള ഒരു കൊച്ചിനെ ഒരാള് ആൾപ്പാർപ്പില്ലാത്ത ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി, ഒരാള്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കും, ഈ ആരും കണ്ടില്ല,
പിന്നീടാണ് അത് തെളിഞ്ഞു വന്നതാണ്, വേറെ ഒരു വിഷയത്തിലൂടെ തെളിഞ്ഞു വന്നതാണ്. അപ്പം ഈ കൊച്ചിനെ ഇയാൾ പീഡിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് അതായത് വേറൊരാൾ ഇത് വീഡിയോയില് ഫോണിൽ പകർത്തിയിട്ടാണ് ഇത് കണ്ടത്. മറ്റുള്ളവർ അറിഞ്ഞത്. അതായത് വീഡിയോ പകർത്തിയത് കുറെ കാലം ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോ പകർത്തിയ കാര്യം. പക്ഷെ ഇയാളുമായിട്ട് ഈ പീഡിപ്പിച്ച വ്യക്തിയുമായിട്ട് ഈ വീഡിയോ എടുത്ത ആളിത് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇത് പുറം ലോകം അറിഞ്ഞത്. അതുവരെ ഇയാൾ ഇത് പിന്നെ പുറത്ത് കാണിക്കാതെ വെച്ചതായിരുന്നു. പക്ഷെ പിന്നീട് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് പുറം ലോകം അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പിന്നെ ഇതിലിപ്പോ ഈ വ്യക്തിനെ കൊണ്ടുപോയിട്ട് ഈ കൊച്ചിനെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച ഇയാള് കൊണ്ടുപോകുന്നതും ഇത് എന്തിനാണ് കൊണ്ടുപോകുന്നതും ഇത് ഈ കൊച്ചിനെ ഇങ്ങനെ ചെയ്തതൊക്കെ ഈ വീഡിയോ പിടിച്ച വ്യക്തിയേക്കാൾ അറിയുന്ന ഒരു വ്യക്തി വേറെ ഇല്ലേ ഫസ്റ്റിന്? അല്ല, ഇതൊക്കെ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന പുള്ളിയാണല്ലോ, ഈ പ്ലോട്ട് തയ്യാറാക്കിയിരിക്കുന്ന പുള്ളിയാണല്ലോ. അതെ അതെ. അപ്പൊ ഇത് അറിയാതെ ഞാനപ്പോ ചിന്തിച്ചു, ഇതിപ്പോ വീഡിയോ പിടിച്ചതുകൊണ്ട് അറിഞ്ഞു, പക്ഷെ ഇത് അറിയാത്ത എത്രയോ കാര്യങ്ങളില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ 6 വയസ്സായ കൊച്ചിന്റെ വിഷമോ ആ കൊച്ചിന്റെ ഇതും മാനസികാവസ്ഥ അറിയാത്ത പടച്ചോൻ എന്ത് പടച്ചോനാണ്? ഇത് പരീക്ഷണാണെന്നാണ്. എന്ത് പരീക്ഷണം എന്ത് പരീക്ഷണാണ്? നമ്മളെ പ്രാർത്ഥന ഈ ലോകം അറിയാത്ത അള്ളാഹുവിന്റെ മക്കളാണെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ കൊച്ചിന്റെ വേദനയൊന്നും ഇതേ പടച്ചോൻ അറിയുന്നില്ലേ? അതാണ് കാര്യം. ഇതൊരു ഈ പ്ലോട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ബ്രൈറ്റ് കേരളൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സയൻസ് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ആ പുള്ളി ഇതേ കാര്യം, അതായത് ലോകമെമ്പാടും ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യം ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അതിക്രമാണ്. അപ്പോ അത് ഓരോ മിനിറ്റിലും അവിടെ ഇവിടെ ആയിട്ട് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതിനെക്കുറിച്ച് ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണോ ദൈവം? അപ്പൊ ഈ ദൈവത്തിന്റെ കാരുണ്യം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വിശ്വാസികൾക്ക് ഇതുവരെ ഉത്തരം തരാൻ പറ്റാത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ട് അയാളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് റഫീഖ് സലഫിയും അൺമാസ്കിംഗ് അനോമലിസ് ടീമും ഒക്കെ കൂടെ മറുപടി പറയാൻ ശ്രമിച്ച ആകെ അലമ്പായിരുന്നു. അപ്പൊ അതില് അവര് പറഞ്ഞ മറുപടികളൊക്കെ കൂടെ ചേർത്ത് ഈ ഖദർ ഖലായും കൂടി മിക്സ് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയം വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. ഈ അള്ളാഹുവിനെ ഒരു വ്യക്തിനെ നമ്മൾ പരീക്ഷണത്തിൽ കൂടി മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അള്ളാഹുവിനെ എല്ലാം അറിയാലോ. അപ്പൊ ആ അറിയണ അള്ളാഹു ഇപ്പൊ ഒന്നും വേണ്ട, നമുക്ക് ഇബ്രാഹിം നബി പിന്നെ ആടിനെ അറുത്തിട്ട് അള്ളാഹുവിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല, അത്രയും വിശ്വാസം നേടിയെടുത്ത്. അപ്പൊ അള്ളാഹു ഒരു മകന് ഉണ്ടായി, ആ മകന് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിന് എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ് ഇബ്രാഹിം നബിക്ക് തിരിച്ചറിഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യമില്ലെന്ന് മാത്രല്ല, അള്ളാഹു ഇത് സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിയപ്പെടാൻ ആഗ്രഹം തോന്നിയെന്നാണ്. സർവശക്തനായ സമ്പൂർണനായ ദൈവത്തിന് എനിക്ക് പേര് വേണം, പ്രശസ്തി വേണം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പോഴാണല്ലോ ഇത്. കാരണം ഈ ലോകമൊന്നും ഉണ്ടായില്ലല്ലോ, ഭൂമി ആകാശം ഒന്നും ഉണ്ടായില്ലല്ലോ, പ്രപഞ്ചം ഒന്നും ഉണ്ടായില്ല, അള്ളാഹു മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ അള്ളാഹു ഇങ്ങനെ ആലോചിച്ചു, എന്താ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്നെ 4 ആളെ അറിയണ്ടേ എന്ന് തോന്നിയപ്പോ അതുപോലെ അത് സിംസാർലാക്ക് വയല് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതൊരു ഖുദ്സിയായ ഹദീസാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഞങ്ങളെ നാട്ടില് ഈ ഇറക്കുമല്ലോ ഈ പെരുന്നാള്, വലിയ പെരുന്നാള്. അപ്പൊ ഞങ്ങളിവിടെ എന്റെ ഹസ്ബൻഡ് അതിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഈ എന്താണ് പറയുക, ഇസ്ലാമിലൊക്കെ. അപ്പൊ പുള്ളി ഇത് കൊടുക്കും, കൊല്ലത്തില് നമുക്ക് ഇത്ര ഷെയർ ഇട്ടിട്ട് പൈസ പങ്ക് കൊടുക്കും. അപ്പൊ കൊടുക്കുമ്പോ എല്ലാ വർഷവും കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അത് ഭയങ്കര, നമ്മള് ഒരു മുസ്ലിം ആയത് അത് ചെയ്തിരിക്കണം എന്നൊക്കെയാണ് ഇവരുടെ ഒരു ഭാഷ്യം. അപ്പം കൊറോണ ടൈമില് നമ്മള് ഇത് കൊടുക്കുന്ന സമയത്ത് അന്ന് അറവ് നിർത്തിവെച്ച ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ, കൊറോണ ടൈം. അറവ് വേണ്ടെന്നുള്ള, നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള സമയം ഉണ്ടായിരുന്നല്ലോ, കൊറോണ ടൈം, ഓർമ്മയില്ലേ? അപ്പൊ അവര് പറയാണ്, അത് നിങ്ങൾ അറവ് ചെയ്യണമെന്നില്ല, നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് ഇത് കൊടുത്താൽ മതി, അപ്പൊ ഇതിന്റെ കൂലി അപ്പൊ അതിന് കിട്ടും. അപ്പൊ പിന്നെ ഇപ്പം ചെയ്തൂടെ? അപ്പൊ ആ കൊറോണക്ക് മാത്രം പഠിച്ചവന് കിട്ടിയതായിട്ട് ഒരു ഇറക്കിയതാണ്. അല്ലെങ്കിൽ കൊറോണയുടെ മുമ്പ് ഈ സംഭവം അള്ളാഹ് തീർത്താ പോരെ?
ഹജ്ജിന്റെ ആ മുമ്പെങ്കിലും തീർത്തൂടെ അതെ. പരീക്ഷിച്ചിട്ട്? അല്ല ഇപ്പൊ ഈ കൊല്ലൊന്നും പറ്റൂല കേട്ടോ. ഈ ഇല്ല, കൊല്ലമൊക്കെ എന്ന് പറഞ്ഞാല് ഇനി നമ്മൾ എന്തെങ്കിലും ഉളുഹിയ ചെയ്യണം, തന്നെ വേണം, അർക്ക് തന്നെ വേണം. അരക്ക് തന്നെ വേണം. അപ്പൊ ആ ഒരു ടൈമിൽ പഠിച്ചവനെ അത് പ്രത്യേകം പറഞ്ഞ് ഈ അതിപ്പോ ഒരു നമ്മള് ടൈമാണ്. പിന്നെ ഇവര് പറയില്ലേ, നമ്മുടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ സഫ് സുഫൂഫക്കും എന്ന് പറയും ഇമാമേ. അപ്പോ എന്താ വെച്ചാല് നിങ്ങൾ സഫുകളൊക്കെ ശരിയാക്കി നിർത്തണം. രണ്ടാളുകളുടെ അടിയിൽ ഗ്യാപ്പ് ഇടാൻ പാടില്ല. ആ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇബിലീസ് കയറി നിൽക്കുന്നുണ്ട്. രണ്ട് സൈഡില് ഇപ്പം ഹറമിൽ ഉൾപ്പെടെയുള്ള പള്ളികളിൽ ഒരാളും പിന്നെ രണ്ട് സൈഡിലും ഈ രണ്ട് ഇബിലീസ് നിന്നിട്ടായിരിക്കും കോവിഡ് സമയത്തൊക്കെ നിസ്കരിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ അള്ളാഹു ഇളവ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കടുംപിടുത്തം, വെറുതെ ഒരു പിന്നെ ലോജിക്കും ഞാന് ഇല്ലാത്ത കുറെ ഈ അടുത്ത കൊല്ലത്തായിട്ട് ചിരിച്ചത് ആ കീഴുവാഴിന്റെ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറെ ഉണ്ട്. ഒരു ലോജിക്കും ഇല്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. ഇത്രയും വിവരമില്ലാത്ത ഇത്ര ഇതിനെ ഞാനൊക്കെ ശരിക്കും എങ്ങനെയാന്ന് അറിയാം, പറഞ്ഞാല് നഖം മുറിക്കുന്നതിന്റെ സുന്നത്തുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ വലത് കൈയിന്റെ ചൂണ്ടുവിരല്, എന്നിട്ട് അവിടുന്ന് അങ്ങനെ ഇടത് ഭാഗത്തോട്ട് പോകണം. മീൻസ് ചൂണ്ടുവിരല്, നടുവിരല്, മോതിരവിരല്, ചെറുവിരല്. എന്നിട്ട് നേരെ തിരിച്ചു വന്ന് നമ്മള് ഇടത് കൈയിന്റെ ചെറുവിരലിൽ തുടങ്ങി വലത് കൈയിന്റെ തള്ളവിരൽ അവസാനിപ്പിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. അപ്പോ ഇങ്ങനെ തന്നെയാണെന്ന് എന്റെ ഓർമ്മ, ഞാൻ പണ്ട് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ നഖം മുറിക്കുമ്പോക്കെ ആദ്യം ഇരിക്കും, എന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഇത് തുടങ്ങും. എന്തിനാ? ഈ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നഖം മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൊ തന്നെ വെള്ളത്തിൽ കഴുകിയില്ലെങ്കിൽ നമുക്ക് വെള്ളപ്പാണ്ട് വരും ശരീരത്തിൽ. അപ്പൊ അതൊക്കെ നോക്കണം, കുറെ കാര്യങ്ങൾ. അതേമാതിരി വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ദാഹിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ നിന്ന് വെള്ളം കുടിച്ചാല് കിഡ്നി കേടാവുന്നൊക്കെയാണ് ഇവരിപ്പൊ പറയാട്ടോ, ഇപ്പൊ എഴുതി വെക്കുന്നത്. മുഹമ്മദ് നബിക്ക് എന്ത് കിഡ്നി, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും അങ്ങനെ ഹദീസ് ഉണ്ട്. അപ്പൊ ഇരുന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി ഇരുന്നിട്ട് വെള്ളം കുടിക്കുള്ളൂ. അങ്ങനെ കുറെ എന്തിനാണ് ഇതൊക്കെയെന്ന് വെച്ചാൽ, അതേപോലെ ഈ കിടക്കുന്നത്, കുളിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ സുന്നത്തുകളുണ്ട്. അതേപോലെ ചിലത് ഞാൻ ആന മണ്ടത്തരങ്ങളാണ്. എന്റെ ഉപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉപ്പന്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഈ അറബി പഠിക്കുമ്പോ നമ്മൾ പലകയിലല്ലേ എഴുതുക, പലകയിൽ എഴുതിയിട്ട് അത് വെള്ളം വെച്ച് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് കുടിക്കും. അങ്ങനത്തെ ഒരു എഴുതിയിട്ട് ഖുർആൻ എഴുതിയിട്ട്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കുളിക്കുന്ന സംഭവം ഉണ്ടല്ലോ, കുളിക്കുമ്പോ ആദ്യം തല കഴുകണം, പിന്നെ വലതുവശം, പിന്നെ ഇടതുവശം, അങ്ങനെയാണ്. വലത് കൈ, ഇടത് കൈ, അങ്ങനെ ക്രമത്തിൽ പോണം. അപ്പൊ നമ്മൾ ഭയങ്കര ചൂടൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ചൂടിലൊക്കെ വന്ന് തലയിലോട്ടൊക്കെ വെള്ളം ഒഴിക്കുന്നത് ഭയങ്കര റിസ്കി പരിപാടിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതേപോലെ ഇതുപോലെ ഈ ആളുകളൊക്കെ നമ്മള് ഒരു ഉസ്താദ് ഒരു പ്രസംഗം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നബി പിന്നെ ഒരു നബിയുടെ വീട്ടില് ഒരു വേലയ്ക്ക് ഒരു സ്ത്രീ ഉണ്ടായിരുന്ന, അടിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ നിന്ന സമയം നബി പിന്നെ അവൾക്ക് കലശലായ വയറുവേദന വന്നപ്പോ നബി എന്റെ പൊന്നോ അത് കേട്ടിട്ടുണ്ടെങ്കിൽ മൂത്രമൊഴിച്ചിട്ടൊരു അതവളെ അറിയാതെ അറിഞ്ഞിട്ട് തന്നെ അപ്പൊ വേദന വന്നു. അതുകൊണ്ട് അപ്പൊ നബി അവളുടെ അടുത്ത് പറയുകയാണ്, എന്ത് ഇനി നീ ഒന്നും പേടിക്കാനില്ല, നബിയുടെ ഒരു അവശിഷ്ടം അവളുടെ വയറ്റിൽ ചെന്നതോട് കൂടിയിട്ട് അവളുടെ ആ വയറുവേദന ഇനി സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയാൽ മതി. വേറൊരെണ്ണുണ്ട്, അനസ് എന്ന് പറഞ്ഞ ഒരുത്തണ്ട്, നബിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അനസ് ഇങ്ങനെ വെളിക്കിരിക്കാൻ പോയി, അന്ന് തൊടിയിലൊക്കെയുള്ള പോവാ. അപ്പൊ തുകൽപാത്രത്തിൽ വെള്ളമൊക്കെ ആയിട്ട് ചെന്നിട്ട് നബി അത് എഴുന്നേറ്റ് പോകുമ്പോ തന്നെ ഓടി ചെല്ലുമല്ലോ, ആഗ്രഹം മൂത്തിട്ട് ഇതൊന്ന് കാണാൻ വേണ്ടിട്ട്. പക്ഷെ ചെല്ലുമ്പോഴത്തേക്ക് ഭൂമി അത് പിന്നെ വിഴുങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉസ്താദ് എന്നെ പഠിപ്പിച്ചതാണ്. അന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇതൊക്കെ. അപ്പൊ പറയുവാണ്, നബി ഇങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടേയിരിക്കുക, സ്ത്രീകള് നബിനെ കണ്ടിട്ട് സ്ത്രീകൾ അങ്ങനെ അവർക്കങ്ങോട്ട് ഇത് നബിയോടുള്ള ഈ ഇത് എന്താ പറയാ, പ്രേമം മൂത്തിട്ട് നബീന്റെ ഈ വിയർപ്പ് സ്പ്രേ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്താണിപ്പോ കേക്ക് കൊറേ ഉണ്ട്, കൊറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊന്നും സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് ഇങ്ങനത്തെ കഥകളൊന്നും അധികം നമ്മൾ ഈ പിന്നെ ഹുബ്ബുർ റസൂൽ പറയുന്ന കൂട്ടത്തിൽ ഇതൊന്നും പറഞ്ഞാല് അതൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്യൂല, അതിന്റെ ലോജിക് ഒന്നും വർക്ക് ആവില്ല. നമ്മൾ ഇതിനൊന്ന് നിഷ്പക്ഷമായിട്ട് വായിച്ചാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു. പിന്നെ അതുപോലെ നബി വിവാഹം കഴിച്ചതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലെ കാര്യങ്ങൾ പറയുമ്പോ ഒരാള് നിങ്ങളുടെ വീഡിയോസ് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മയില്ല. അപ്പൊ ഒരാള് പറഞ്ഞു, നബി ഖദീജ ബീവി മരിക്കുമ്പോൾ നബി വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ. ഹലോ. ഹലോ. പറയൂ.
അപ്പൊ ഖദീജ ബീവി മരിക്കുമ്പോഴും നബി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. ഖദീജ ബീവി മരിച്ചതിന് ശേഷമാണ് നബി ബാക്കിയുള്ള വിവാഹങ്ങളൊക്കെ കഴിച്ചത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഇത് വന്നു? ഖദീജ നല്ല സ്വാധീനമുള്ള സ്ത്രീയായിരുന്നു. പിന്നെ അതേപോലെ അവര് നല്ല ബന്ധത്തിലായിരുന്നു, നല്ല സ്നേഹത്തിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ മുഹമ്മദ് നബിക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണല്ലോ എല്ലാ വിവാഹം കഴിച്ചത്. അപ്പോ ഈ ഖദീജ ജീവിച്ചിരിക്കെ അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചില്ല? അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചാല് ഹിജറ കുറച്ചുകൂടി നേരത്തെ ആവും. അല്ല, അപ്പൊ ഒരാള് അതിന്റെ കമന്റ് വീട്ടിൽ നിന്ന് പുറത്താവും, ഹിജറ നേരത്തെ ആക്കേണ്ടി വരും. അല്ല, അപ്പൊ അള്ളാഹുവിന് ഖദീജയെ പേടിയായിരിക്കും. അള്ളാഹു ഖദീജനെ പേടിയായിരുന്നിരിക്കും. ഖദീജ നല്ല സ്വാധീനം ഉള്ള സ്ത്രീയാണ്. കാരണം അവർക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു, വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ സ്വന്തം തോഴീനെ പറഞ്ഞയച്ച് കല്യാണാലോചന നടത്തിയിട്ട്, തോഴിയാണോ കുടുംബക്കാരി എന്തോ ആണ്, അവരെ പറഞ്ഞയച്ച് അബൂ താലിബിനോട് കല്യാണാലോചന പറഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരത്തിന് അവര് നടത്തി. അതായത് ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ തെരഞ്ഞെടുക്കുകയും അതിന് കല്യാണം ഏർപ്പാടാക്കുകയും അതിനാളെ പറഞ്ഞ ഒക്കെ സ്ത്രീകളായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ കണ്ടീഷൻ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇസ്ലാമിൽ ഒരു സ്ത്രീ സ്വന്തം വിവാഹമോ മറ്റൊരു സ്ത്രീയുടെ വിവാഹമോ, അതിപ്പോ മകളോ വേറെ ആരും ആവാം, അവരുടെ വിവാഹം നടത്തി കൊടുത്താൽ അവർ രണ്ടുപേരും വേശ്യകളാണെന്നാണ്. അന്ന് പറ്റുമായിരുന്നല്ലോ. അന്ന് പറ്റുമായിരുന്നു. അതിന്റെ ദുരിതം അനുഭവിച്ച ആളാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് ഇനിയൊരു പുരുഷൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിരിക്കും. അതുപോലെ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഖുർആനില് പല ആയത്തുകളും പിന്നെ റദ്ദാക്കിയിട്ട് വീണ്ടും അത് എടുത്ത്, അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അള്ളാഹുവിന് തെറ്റിപ്പോയതാണോ ആദ്യത്തത് ഇത്? അതൊക്കെ ചോദിച്ചാൽ ഭയങ്കര പാടാണ്. അള്ളാഹ്ക്ക് തെറ്റിപ്പോണതല്ല, അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചാണ്. അപ്പൊ ഇവിടേക്ക് കൊടുത്തയച്ചത് അവിടുന്ന് എടുത്തിട്ടാണ്. അപ്പൊ അവിടുന്ന് ഇനി മായ്ച്ചു കളയോ എന്നുള്ളതും ചോദ്യമാണ്. പല കാര്യങ്ങളുണ്ട് അങ്ങനെ. അങ്ങനെ നമ്മളൊക്കെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഇതെല്ലാം എല്ലാവരും മനസ്സ് തുറന്ന് ചിന്തിക്കാൻ തുടങ്ങിയാല് കുറെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. പേടിയും ഈ ബേജാറൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇപ്പൊ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് ഭൂമിയിൽ സത്യസന്ധമായിട്ട് ജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി ഇത്തിരി സമാധാനം നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല. നമുക്ക് ആകെ കിട്ടുന്നത് സമാധാനമാണ് കിട്ടേണ്ടത്. നമുക്ക് മനുഷ്യന്മാർക്ക് വേണ്ടതും സമാധാനമാണ്. ഇന്നിപ്പോ ഞാനൊക്കെ ചിന്തിക്കുന്നത്, അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പേടികളിൽ നിന്ന്, അനാവശ്യമായിട്ടുള്ള ഭയങ്ങളിൽ നിന്ന് മുക്തി നേടുക. ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് ജീവിക്കാൻ ഭൂമിയിൽ എത്ര ആയുസ്സുണ്ട് അതുവരെ ഞാൻ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനും അപ്പുറത്തേക്ക് എനിക്ക് യാതൊരു ഭയമോ പേടിയോ, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് ഇനി എന്താ എന്റെ കവറിൽ എന്താണ് അവസ്ഥ, ഞാൻ അതിനെ കുറിച്ചൊന്നും അതിനെക്കുറിച്ചുള്ള ചിന്തകളിലും ഭയത്തിലുമാണ് ശരിക്കും മനുഷ്യർ കുടുങ്ങി കിടക്കുന്നത്. ആ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവുകയും ഈ മരണം എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുകയും അതുവരെ സന്തോഷമായി സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്താൽ. അതെ, എല്ലാ ജീവജാലങ്ങളെ പോലെ തന്നെ മനുഷ്യൻ ജീവിക്കുന്നു ഭൂമിയിൽ. അവര് കഴിഞ്ഞ് അവരെ കൂടെ പോകുന്നു. അത്ര തന്നെ ഞാൻ നിങ്ങളുടെ സംസാരം ഒരുപാട് പേർക്ക്, എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇങ്ങനെ സമാനമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക്. പക്ഷെ എന്താണെന്നറിയോ, ഇതിനെതിരെയും ഒരുപാട് ആളുകൾ അങ്ങനെ പറയാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. അവരും പറയട്ടെ. എത്ര സംസാരങ്ങളിലൂടെയാണ് ചിന്തകൾ വളരുന്നത്. അതെ, അവരവിടെ ഇരുന്ന് പറയട്ടെ, അത്രേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. കാരണം ഞാൻ എന്റെ ആയിക്കോട്ടെ. ഒരുപാട് സന്തോഷം. ഇടയ്ക്ക് ഇനി സംസാരിക്കാം. ഞാൻ ഓഫീസ് ടൈമിങ്ങിലാണ്. ഞാൻ ഇനി കൂടുതൽ വായിച്ചിട്ട് ഇതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഞാൻ വിളിക്കും. ശരി, താങ്ക് യു. ഓക്കെ.